ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച എനിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇന്നലെ ചോറ്, അതായത് സോന മസൂരി റൈസ് എന്ന് പറയും കേട്ടോ, പുലാവ് റൈസ്. അപ്പോൾ അത് വേവിച്ച് വെച്ചായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് പുലിയോഗ്ര എന്ന് പറയും. ഇതൊരു കർണാടക ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ മിക്സ് നമുക്ക് MTRൻ്റെ പാക്കറ്റ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ചോറ് കഴിച്ചതിന് ശേഷം തലേദിവസം ചോറ് കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്ക് ഈ പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ മല്ലിയില അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പുലാവ് പോലൊരു ചോറ് റെഡിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പാക്കറ്റ്, MTRൻ്റെ പുലിയോഗ്ര പൗഡർ എന്ന് പറയും. ഇത് 250 ഗ്രാമിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ബാക്കി ഞാൻ ഇതേപോലെ തന്നെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. ചോറൊക്കെ നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ച കാരണം ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ചെടികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് വന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ മക്കളെ എണീപ്പിച്ചു. അവരൊരു 6 മണി ഒക്കെ ആകുമ്പോഴാണ്, ഞാനുള്ള ദിവസം എണീക്കുമല്ലോ, അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ എണീക്കും. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവർ പോയതിന് ശേഷം അലക്കാണ്ടായിരുന്നു, പിന്നെ ഓരോ മടക്കി വയ്ക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തു. പിന്നെ ഉച്ചത്തേക്ക് പിന്നെ നാളേക്കും കൂടിയിട്ട് ഞാനിവിടെ ചൂര കിട്ടിയിട്ടുണ്ട്. ചൂര മീനാണ്. അപ്പോൾ അത് വറ്റിച്ച് വെക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ആ മീൻ തന്നെ ഇപ്പോൾ വെച്ചത് അധികം കഴിക്കാറില്ല മക്കൾക്ക്. ഞാനും ഹസ്ബൻഡും വേണം പിന്നെയും കുറച്ചുകൂടി കൂട്ടാറ്. അപ്പോൾ അതുകൊണ്ട് ചാറ് കുറച്ചേ വേണ്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ വറുക്കാനെടുത്തു. ഇന്നേക്കും നാളേക്കും കൂടി ഉള്ളത് ഒരുമിച്ചാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഒരുമിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വരുമ്പോൾ അതെടുത്ത് വറക്കും. അപ്പോൾ മീനൊക്കെ അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഉച്ചയ്ക്കത്തുള്ളത് വറുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ സ്കൂളിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് പേപ്പർ വർക്ക്. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ചുകൂടി രാവിലെ അത്രയും വെട്ടം വന്നിട്ടുണ്ടായിരുന്നു, അത്രയും വെളിച്ചുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമായി. അപ്പോൾ ഞാൻ ഈ ബാൽക്കണി ഒന്ന് അടിച്ച് കുറച്ച് പൊടിയും അതുപോലെ ഇലകളും പൂക്കളൊക്കെ വീണിട്ട് ഇത്തിരി വൃത്തികേടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ചിട്ടു. പിന്നെ നമുക്ക് അവിടെ നിന്ന് കോരാൻ പറ്റില്ല, എന്നാലും സ്പേസ് ഇത്തിരി ഉള്ളൂ, നടക്കാനുള്ള സ്പേസ് ഉള്ളൂ. AC-യുടെ യൂണിറ്റും കൂടി അവിടെ പുറത്തിരിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് നമ്മുടെ റൂമിലേക്ക് കുറച്ചും കൂടി കയറ്റിയിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ കോരി എടുക്കുക. അപ്പോൾ അതൊക്കെ കോരി പിന്നെ വാട്ടർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഇത്തിരി വയ്യായും തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തു. അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഈ ചെടികൾ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് വളരാനായിട്ട് നമ്മൾ എപ്പോഴും വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ആഴ്ചയിൽ മാറ്റുക. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, പെട്ടെന്നാവേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡൊക്കെ മക്കൾ വന്നതിന് ശേഷം ഞങ്ങൾ കഴിച്ച് പിന്നെ ഞായറാഴ്ചയാണ്, അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ കേട്ടോ. പള്ളിയിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ബാക്കി പണികളുണ്ട്. നാളേക്ക് തിങ്കളാഴ്ച തൊട്ട് പിന്നെ എല്ലാവർക്കും ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോയി. മഴയൊക്കെ പെയ്ത ദിവസമായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് പോയാണെങ്കിൽ നല്ലൊരു തണുപ്പും എന്താ പറയുക മണ്ണിൻ്റെ മണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം നമുക്ക് നാളേക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റാണ് മെയിനായിട്ട്. കറിയായിട്ടുണ്ട് കേട്ടോ, മീൻ വറുത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു പണിയുണ്ട്. ഇത് രാവിലെ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പൊടി ഈസ്റ്ററിൻ്റെ പൊടിയാണ്. ഈസ്റ്ററിൻ്റെ പൊടി നല്ല വറുത്ത പൊടി എടുക്കുക, അരിപ്പൊടി. പിന്നെ അതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഗ്യാസിൽ തൊട്ടടുത്ത് തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചൂടാറിനേക്കാൾ മുന്നേ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കണേൻ്റെ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് പോലും തിരിക്കാൻ പറ്റുന്ന അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ ഉണ്ണി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞ് എൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം പിടിച്ചു കൊടുത്ത് അവളിങ്ങനെ തിരിക്കുന്നുണ്ട്. അത്രയും സ്മൂത്താണ്. അങ്ങനെ നൂലപ്പൊക്കെ ഉണ്ടാക്കി. അടുക്കളയിൽ എപ്പോഴും ഇവർക്ക് ഹെൽപ്പ് ചെയ്യണം. കുഞ്ഞാവി ഉണ്ടാവും, പിന്നെ AC ഉണ്ടാവും കേട്ടോ. രണ്ടുപേരും എപ്പോഴും കിച്ചണിൽ തന്നെ ഹെൽപ്പ് ചെയ്യണ്ടാവും. പിന്നെ ഉണ്ടാക്കിയപ്പോൾ അപ്പം എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ കുറച്ച് നമുക്ക് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കുന്നതിനൊക്കെ മുന്നേ വേണമെന്ന് കുറച്ച് വാശി പിടിച്ചപ്പോൾ കുറച്ച് നാളികേരപ്പാൽ കറിയൊന്നും ഉണ്ടാക്കാൻ പോയില്ല. നാളികേരപ്പാൽ എടുത്ത് വെച്ച് ഞങ്ങൾ കുറച്ച് ഓരോന്നൊക്കെ കഴിച്ചു. ബാക്കി നാളേക്ക് ഗ്രീൻ പീസും വെച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഗ്രീൻ പീസ് ഇനി വേവിച്ച് വയ്ക്കും, രാവിലെ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇന്ന് സമയമില്ല, ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മുടെ റുട്ടീൻ ഇതേ പിന്നെയും തുടങ്ങിയിട്ടാണ്. നേരം വെളുത്തു, പിന്നെ ഇതേ സ്കൂളിൽ പോവാണ്. അപ്പോൾ പോകുമ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ഇങ്ങനെ തെങ്ങും തോപ്പ് പോലെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ കാണാം. പിന്നെ മഴയുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. അങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. അതൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഇവിടെ വൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് ദൂരെ.
അത് പൂക്കളാണ് കേട്ടോ, വൈറ്റും റെഡും പൂക്കൾ വെച്ച് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്തതാണ്. പിന്നെ കണ്ട വൈപ്പർ യൂസ് ചെയ്യുന്നത് സാധാരണ അങ്ങനെ ഇത്തിരി ഒരു പൊടിച്ചിലൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം റോഡും ബസ്സൊക്കെ ഇങ്ങനെ നനയുന്ന പോലെ മഴയുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.